ഹായ് ഫ്രണ്ട്സ്. അപ്പൊ അടുത്ത കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ഥിരമായി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തണം. ഇത് കൂടാതെ ഒരു കിസ്സും കൂടി ഉണ്ട് ഇപ്പോൾ. ഈ കേരള PSC ബുള്ളറ്റിനിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കിസ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാം. നിങ്ങളുടെ ശരിയുത്തരവും തെറ്റുത്തരവും അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം. അതുകൂടാതെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്കറിയാം. അപ്പോ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തോളൂ. എല്ലാ 3 ദിവസം കൂടുമ്പോഴൊന്ന് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടും. അപ്പോ അതൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ടാണ് മാറുക. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴുള്ളതല്ല, അടുത്ത പ്രാവശ്യം കിട്ടുക. പക്ഷെ അതിന് ചില ചോദ്യങ്ങൾ ആവർത്തിച്ചു വരികയും ചെയ്യും. അപ്പൊ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്, ചെയ്തോളൂ. ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമുക്കൊരു 4-5 കാര്യങ്ങൾ നമുക്ക് ഒരു 8-9 പോയിന്റ്സ് ആണ് നമ്മൾ കേരള PSC ബുള്ളറ്റിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. സെൻട്രൽ അമേരിക്കൻ രാജ്യമായ എൽ സാൽവഡോറിനെ ആദ്യ മലമ്പനി മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ഏതിനെയാണ്? എൽ സാൽവഡോർ. സാൽവ എന്നോർക്കുമ്പോ നിങ്ങൾ എന്തോർത്താൽ മതി? സലൈവ എന്നോർത്താൽ മതി. സലൈവ എന്ന് പറഞ്ഞാൽ തുപ്പൽ. കൊതുകിന്റെ തുപ്പലിൽ നിന്നാണ്. കൊതുക് കുത്തി വെക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ രോഗം ഉണ്ടാവുന്നത്. കൊതുകിന്റെ തുപ്പലിൽ നിന്നാണ് ഈ രോഗം വരുന്നത് ഓർക്കുക. സലൈവ. അപ്പൊ സാൽവഡോർ മലമ്പനി മുക്ത രാജ്യം, ആദ്യ മലമ്പനി മുക്ത രാജ്യം ആരാണ്? എൽ സാൽവഡോർ. എല്ലുണ്ട് അവിടെ, എല്ലുണ്ട്. എൽ സാൽവഡോർ. മലമ്പനിയിലും ഉണ്ട് ഒരു എൽ. എൽ സാൽവഡോർ മലമ്പനി മുക്ത രാജ്യം. അപ്പൊ ഈ ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി അഥവാ മലേറിയ. മലേറിയ എന്ന് പറയുന്നത് ഒരു സാംക്രമിക രോഗമാണ്. ഇതിന് വേറൊരു പേരുണ്ട്. ആ പേരെന്താണ്? ചതുപ്പുപനി, മാർഷ് ഫീവർ. അതായത് പണ്ട് ചതുപ്പ് പ്രദേശങ്ങളിലല്ലേ ധാരാളം കൊതുകുകളൊക്കെ ഉണ്ടാവുക, വെള്ളം കെട്ടിക്കിടക്കുന്ന. അവിടെ നിന്നാണ് ഈ രോഗം അധികം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ചതുപ്പുപനി അഥവാ മാർഷ് ഫീവർ എന്നും ഈ രോഗം അറിയപ്പെട്ടിരുന്നു. രോഗമുണ്ടാവാൻ പല ആളുകളാണ് കാരണം. ഒരു കാരണം വൈറസ് ആണ്, നിങ്ങൾക്കറിയാം. ഒരു കാരണം ബാക്ടീരിയയാണ്. ഒരു കാരണം നമ്മുടെ ജീവിത ശൈലികളാണ്. എന്നാൽ പരാതങ്ങൾ മറ്റു ആളുകളുടെ ശരീരത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ് പരാതങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പരാതങ്ങൾ മൂലം നമുക്ക് ഉണ്ടാവാറുണ്ട് വിരകൾ, അല്ലെ? സാധാരണ വിര വയറുകളിലൊക്കെ ചില ആളുകളുടെ കാണും. അങ്ങനെ പരാതങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മലമ്പനി. ഏത് പരാതം? പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാതം. ഇതിനെക്കുറിച്ച് ഞാൻ കുറെ ഡീറ്റെയിൽ ആയി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോളജിയുടെ 9ാം ക്ലാസ്സിലെ ഒരു പാഠം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സീക്വൻസ് കൂടി നമ്മൾ ഇതിന്റെ ഒപ്പം ചെയ്തു പോകുന്നുണ്ട്. അതിലൊരു ചോദ്യം ചെയ്യുന്നു, അനുബന്ധ വസ്തുക്കൾ ചെയ്യുന്നു, അങ്ങനെയാണ് പോകുന്നത്. അപ്പോ ഏകകോശ ജീവിയം നമുക്കറിയാം. ഏകകോശ ജീവിയുമുണ്ട്, ബഹുകോശ ജീവിയുമുണ്ട്. ഇത് ഏകകോശ ജീവികളിൽ ഉൾക്കൊള്ളുന്ന ഫൈലം പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാതങ്ങളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഓർത്തുവെച്ചോളൂ, സെറ്റാക്കിക്കോളൂ. ഏകകോശ ജീവി. ഞാൻ കോഡ് പറയാത്തത് അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കേണ്ടത്. ഫൈലം പ്രോട്ടോസോവ വിഭാഗത്തിൽ പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാതങ്ങൾ. ഇപ്പൊ മലമ്പനി ഉണ്ടാകുന്നത് ബാക്ടീരിയ കൊണ്ടല്ല. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ഈ 3 പെട്ടതല്ല. പൊതുജനാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. മാത്രമല്ല SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ ഇത് വൈറസ് അല്ല, ബാക്ടീരിയ അല്ല, ജീവിതശൈലി അല്ല. ഇത് പരാതങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മലമ്പനി എന്ന് പറയുന്നത്. ഏതാണ് ആ പരാതം? പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാതമാണ്. പ്രോട്ടോസോവ വിഭാഗത്തിലാണ്. ഏകകോശ ജീവിയാണ്. എല്ലാ പരാതങ്ങളും ഏകകോശ ജീവികളല്ല നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഏകകോശ ജീവിയാണ്. ഏത് കൊതുകുകളാണ്? ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗം, പലതവണ ചോദിച്ചിട്ടുള്ളതും, ഏത് കൊതുകുകളാണ് ഇത് പരത്തുന്നത്? അത് ഓർത്തു വെച്ചോളൂ. ഈ രോഗം പരത്തുന്ന കൊതുകുകൾ എന്ന് പറഞ്ഞാൽ അനോഫലിസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. പെൺകൊതുകാണ്, ആൺകൊതുകല്ല, അത് ഓർക്കണം. ഏത് വിഭാഗത്തിൽപ്പെട്ട? അനോഫലിസ് വിഭാഗത്തിൽപ്പെട്ട. ഫൈലം എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫിലിസ് എന്ന് വരും. അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട മലമ്പനിയാണ്. അപ്പൊ ആണ് നോ എന്ന് ഓർമ്മിച്ചാൽ മതി. ആണ് നോ. അനോഫലിസ് പെൺകൊതുകാണ്. ആണ് നോ. ആണല്ല. ആണ് നോ.
അനോഫലിസ് ജനുസിൽപ്പെടുന്ന ചില ഇനം പെൺകൊതുകുകളാണ് ഇത് പരത്തുന്നത്. വേൾഡ് മലേറിയ ഡേ എന്നാണ്. വേൾഡ് മലേറിയ ഡേ 2021 ഓഗസ്റ്റ് 20-നാണ്. 2021 ഓഗസ്റ്റ് 20-നായിരുന്നു ഇപ്രാവശ്യത്തെ മലേറിയ ഡേ. ഓഗസ്റ്റ് 20 2021 ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് എന്നുണ്ട്. ഓഗസ്റ്റ് മാസമാണ് മലമ്പനിയുടെ ദിവസം 20-ാം തീയതി. ഓർത്തു വെക്കാൻ എളുപ്പമുള്ള ഒന്നാണ്. സീറോ മലേറിയ ടാർഗറ്റ്, റീച്ചിങ് ദ സീറോ മലേറിയ ടാർഗറ്റ് എന്നായിരുന്നു ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം. മുദ്രാവാക്യം എന്തായിരുന്നു? സീറോ മലേറിയ ടാർഗറ്റ് എന്നായിരുന്നു ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ മലേറിയ ഇല്ലാതാക്കുക, അതല്ലേ സീറോ മലേറിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മലേറിയ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം, സീറോ മലേറിയ ടാർഗറ്റ്. അപ്പോ സെൻട്രൽ അമേരിക്കൻ രാജ്യമായ എൽ സാൽവഡോറിനെയാണ് ആദ്യം മലമ്പനി മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൽ സാൽവഡോർ എന്ന് പറഞ്ഞ സലൈവ, സാൽവഡോർ എന്ന് പറഞ്ഞ സലൈവ ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി. ചതുപ്പ് പനി എന്നറിയപ്പെടുന്നുണ്ട് ഇതിന്. എന്ത്? ചതുപ്പ് പനി, മാർഷ് ഫീവർ എന്നറിയപ്പെടുന്നുണ്ട്. ഏകകോശ ജീവികളായ പരാതങ്ങൾ, ആ പരാതങ്ങളായ പ്ലാസ്മോഡിയം, എല്ലാ പരാതങ്ങളും ഏകകോശ ജീവികളല്ല, പക്ഷെ ഈ പ്ലാസ്മോഡിയം വിഭാഗത്തിൽപ്പെട്ടത് ഏകകോശ ജീവികളാണ്. പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാതങ്ങളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. കൊതുക് ഏതാ? അനോഫലിസ്. ആണ് നോ? ആണല്ല, പെൺകൊതുകൾ. അനോ ആണ് നോ. അനോഫലിസ് ജനുസിൽപ്പെട്ട പെൺകൊതുകുകളാണ്. വേൾഡ് മലേറിയ ഡേ 2021 ഓഗസ്റ്റ് 20-ആണ്. റീച്ചിങ് ദ സീറോ മലേറിയ ടാർഗറ്റ് എന്നുള്ളതാണ് എന്തിന്റെ മുദ്രാവാക്യം? ഈ ഇപ്രാവശ്യത്തെ മലേറിയ ഡേയുടെ മുദ്രാവാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ ഇത് സെറ്റ് ആയിട്ടുണ്ടാവും. ഇതിലെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് തലയിൽ കയറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കേരള IT പാർക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോൺ M തോമസ് ചുമതലയേറ്റു. ഇതാണ് കേരള PSCക്ക് തന്നിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേരള PSCയിൽ. ബാക്കി നിങ്ങൾക്ക് എന്താണ് IT പാർക്ക് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ ചോദ്യങ്ങൾ വരാം. മാത്രമല്ല ധാരണ വേണം നമ്മൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ, അല്ലെ? കേരള IT പാർക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ആര് ചുമതലയേറ്റു? ജോൺ M തോമസ് ചുമതലയേറ്റു. ഇങ്ങനെ ഇത് മാത്രം പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ കേരള IT പാർക്കിന്റെ ജോൺ M തോമസ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെറുതെ കിടക്കുകയുള്ളൂ. എന്താ ഈ കേരള IT പാർക്ക്? കേരള IT പാർക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 3 ടെക്നോ പാർക്കുകളാണുള്ളത്, IT പാർക്കുകളാണുള്ളത്. ഏതൊക്കെയാണ് IT പാർക്കുകൾ? ഒന്ന് തിരുവനന്തപുരം ടെക്നോ പാർക്ക്, മറ്റൊന്ന് കൊച്ചി ഇൻഫോ പാർക്ക്, മറ്റൊന്ന് കോഴിക്കോട് സൈബർ പാർക്ക്. ഇങ്ങനെ സംസ്ഥാനത്ത് 3 IT പാർക്കുകളാണുള്ളത്. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കാണ്, കൊച്ചിയിൽ ഇൻഫോ പാർക്കാണ്, കോഴിക്കോട് സൈബർ പാർക്കാണ്. 3 തെറ്റിപ്പോണ്ട. ഇതാണ് നമ്മുടെ ശൈലി ട്ടോ. കേരള IT പാർക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോൺ M തോമസ് ചുമതലയേറ്റു എന്ന് മാത്രമേ PSC ബുള്ളറ്റിനിലുള്ളൂ. നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയി അതിനോടനുബന്ധ വസ്തുതകൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വസ്തുതകളും ആ കൺസെപ്റ്റും എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആക്കി തരും. നമ്മൾ ചെയ്യാൻ പോകുന്നത് 2018 എടുക്കില്ല, 2019 പ്രിസൈസ് ആയിട്ട് വേണ്ടത് മാത്രം തന്നെ എടുക്കും. ഒക്കെ PSC ബുള്ളറ്റിൽ നിന്ന്. 2020 നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. 2021 ഇപ്പൊ 2021 നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 ഏകദേശം ജൂൺ 15 വരെയുള്ള എന്താണ് PSC ബുള്ളറ്റിനാണ് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളത്, എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 2020 പോകും. LDC മെയിൻ ആകുമ്പോഴേക്കും തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 20 മാർക്ക് മാത്രമല്ല, അനുബന്ധ വസ്തുക്കൾ കൂടി ഒരു 35 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരൊറ്റ സീക്വൻസ് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഉണ്ട്. തിരുവനന്തപുരത്താണ് ടെക്നോളജി, കൊച്ചിയിലാണ് ഇൻഫർമേഷൻ, കോഴിക്കോടാണ് സൈബർ. ഓർത്തു വയ്ക്കുക. തിരുവനന്തപുരം ടെക്നോ, കൊച്ചി ഇൻഫോ, ഓക്കെ, ആൻഡ് കോഴിക്കോട് സൈബർ. മറക്കല്ലേ, ഒന്ന് നല്ല മനസ്സിലേക്ക് ഉറക്കി. തിരുവനന്തപുരത്തിന്റെ ടെക്നോളജി, കൊച്ചിയിലെ ഇൻഫർമേഷൻ, കോഴിക്കോടിന്റെ സൈബർ. അപ്പൊ കോഴിക്കോടാണ്, മലപ്പുറം കോഴിക്കോട് ഭാഗത്താണല്ലോ അല്ലെ മുസ്ലിംസ് വളരെ കൂടുതലുള്ളത്. ഞങ്ങളുടെ നാട്ടിലാണല്ലോ.
നല്ല ഒരുപാട് അല്ലെ ഹിന്ദു മുസ്ലിങ്ങൾ ധാരാളം തിങ്ങിപ്പറക്കുന്നു. അതിൽ മുസ്ലിം ജനതയ്ക്ക് വളരെയധികം പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് മലപ്പുറം കോഴിക്കോട് സ്ഥലം. അപ്പൊ കോഴിക്കോട് സുബൈർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. കോഴിക്കോട് സുബൈർ. തിരുവനന്തപുരത്താണ് ഏറ്റവും ആദ്യം ടെക്നോ പാർക്ക് നിലവിൽ വന്നത്. ഏറ്റവും ഫസ്റ്റ് ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. ഇപ്പൊ ടെക്നോളജി തിരുവനന്തപുരത്താണെന്ന് ഓർത്ത് നോക്കുക. അപ്പൊ പിന്നെ കൊച്ചിയിലാണ് ഇൻഫോ പാർക്ക്. ഇപ്പൊ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്ക്, കോഴിക്കോട് സൈബർ പാർക്ക് എന്നിങ്ങനെ സംസ്ഥാനത്തെ 3 IT പാർക്കുകളിൽ ഈ 3 IT പാർക്കുകൾക്കും വിവിധ ഭരണങ്ങളായിരുന്നു. അത് കേരള IT പാർക്കിന് എന്ന പേരിൽ ഒരുമിപ്പിക്കുകയാണ് ലക്ഷ്യം. അതിനി കേരള IT പാർക്ക് എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡിന്റെ കീഴിലായിരിക്കും. അപ്പൊ അതിന് മുന്നോടിയായി ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കീഴിലാക്കി. ഇതിനെ 3നെയും ഒരൊറ്റ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭരണത്തിന് കീഴിലാക്കി. അപ്പൊ IT കേരളത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുക എന്നുള്ള ഒരു പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു IT നയത്തിൽ. അതിലൊന്നാണ് കേരള IT പാർക്ക് എന്ന ബ്രാൻഡ് രൂപവൽക്കരണം. കേരള IT പാർക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് രൂപവൽക്കരിക്കുകയാണ് കേരളത്തിൽ IT-യുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട്. അതിന്റെ ആദ്യ CEO ആണ് ജോൺ M തോമസ്. ആ ഇൻഫർമേഷന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഏതെല്ലാമാണ് കേരളത്തിലെ IT പാർക്കുകൾ? സുബൈർ എവിടെയാണുള്ളത്? കോഴിക്കോട് സുബൈർ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം വന്ന ടെക്നോ പാർക്ക് ഏതാണ്? തിരുവനന്തപുരമാണ്. അതുകൊണ്ട് ടെക്നോളജി തിരുവനന്തപുരം ടെക്നോ പാർക്ക്. സോ ഇൻഫോ പാർക്ക് എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്നാണ് ഇൻഫർമേഷൻ. കൊച്ചിയിൽ നിന്ന് ഇൻഫർമേഷൻ. കോഴിക്കോട് നിന്ന് സുബൈർ, തിരുവനന്തപുരത്ത് നിന്ന് ടെക്നോളജി. ഇപ്പൊ ടെക്നോ പാർക്ക് തിരുവനന്തപുരം, കൊച്ചി ഇൻഫോ പാർക്ക്, കോഴിക്കോട് സൈബർ പാർക്ക്. ഈ 3 പാർക്കുകളെയും ഒന്നിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ IT നയത്തിന്റെ ഭാഗമായിരുന്നു. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേരള IT പാർക്ക് എന്നുള്ള ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടാണ് ജോൺ M തോമസ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് ജോൺ M തോമസ്. എങ്ങനെയാ കേരള IT പാർക്കും ജോൺ M തോമസും കൂടി ബന്ധിക്കുക? എങ്ങനെയാ ബന്ധിക്കുക? കേരള IT പാർക്ക് അല്ലെ പാർക്കാണ്. ഓക്കെ, ഓർക്കാണ്. എന്ത് പാർക്കാണ്? IT പാർക്കാണ്. ആ IT പാർക്കില് രാത്രി എങ്ങനെ എന്തായിരിക്കും പാർക്കിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം? ഈ ആധുനിക പാർക്കുകളിലൊക്കെ ധാരാളം ലൈറ്റ് ഉണ്ടായിരിക്കും അല്ലെ? ആധുനിക പാർക്കുകളിലൊക്കെ ധാരാളം ലൈറ്റ് ഉണ്ടായി. ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. തോമസ് ആൽവ എഡിസൺ അല്ലേ ബൾബ് കണ്ടെത്തിയത്? അപ്പൊ കേരള IT പാർക്കിൽ ബൾബുണ്ട്. തോമസ് ആൽവ എഡിസൺ. ജോൺ M തോമസ് IT പാർക്ക്, കേരള IT പാർക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോൺ M തോമസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇത് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത പോയിന്റ് പഠിച്ചോളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് എന്ന് പറയുന്നത് ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. ടെക്നോ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കും ടെക്നോ പാർക്കാണ്. ഏത് കൊല്ലമാണ് ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്? 1990-ലാണ് ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്. 1990-ൽ ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് 1990. മറക്കണ്ട, അത്ര മുന്നേ തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ IT പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്കാണ്. കമ്പനികളുടെ എണ്ണത്തിലും സ്ഥലത്തിന്റെ കാര്യത്തിലും. ഞാൻ വെറുതെ പറഞ്ഞല്ലോട്ടാ. കമ്പനികളുടെ എണ്ണത്തിലും സ്ഥലത്തിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്കിന്റെ പ്രവർത്തനം ആരംഭിച്ച വർഷം 1990-ആണ്. കേരളത്തിൽ 3 IT പാർക്കുകളാണുള്ളത്. കൊച്ചിയിൽ ഇൻഫോ പാർക്ക്, കോഴിക്കോട് സുബൈർ, അപ്പൊ കോഴിക്കോട് സൈബർ പാർക്ക്, തിരുവനന്തപുരത്തെ ഏറ്റവും ആദ്യത്തെ IT പാർക്ക്, അതുകൊണ്ട് ടെക്നോളജി തിരുവനന്തപുരം ടെക്നോ പാർക്ക്. 3 കൂടി കേരള IT പാർക്ക് എന്നൊരൊറ്റ ബ്രാൻഡാക്കി മാറ്റി. MD ആരാണ്? നമ്മുടെ പാർക്കിൽ ബൾബുണ്ട്, നല്ല ലൈറ്റ് ഉണ്ട്. ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആണ്. അപ്പൊ ജോൺ M തോമസ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്നു. അടുത്ത പോയിന്റ് ആർക്കിടെക്ചറിലെ നോബൽ എന്ന ഖ്യാതിയുള്ള 2021-ലെ പ്രിറ്റ്സ്കർ എന്നാണ് പറയാറ്. ഇനി അതിന്റെ പ്രൊനൗൺസിയേഷൻ പിറ്റ്സർ ആണോ
PSC എങ്ങനെയാണ് തന്നിട്ടുള്ളത്? എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇത് ചെയ്യുമ്പോൾ. ചെയ്യണം എന്ന് വിചാരിച്ച ഇത് മറന്നു പോയതാണ്. നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടു. ചിലപ്പോൾ പ്രിറ്റ്സ്കർ എന്ന് തന്നെ ആയിരിക്കും. ഇതാണ് ഇംഗ്ലീഷ്. ഞാൻ എന്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയില്ല. പ്രിറ്റ്സ്കർ, പിറ്റ്സർ എന്നാണ് PSC തന്നിട്ടുള്ളത്. 2021 പിറ്റ്സർ പുരസ്കാരത്തിന് ആൻ ലെക്കാറ്റൻ, ജീൻ ഫിലിപ്പ് വാസൽ എന്നിവർ അർഹരായി. ഏതാ? ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ? വാസ്തുവിദ്യയിലെ നൊബേൽ എന്ന ഖാദിയുള്ള പുരസ്കാരമാണ് പിറ്റ്സർ. നമുക്ക് നോക്കാം. പിറ്റ്സ്കർ അല്ലെങ്കിൽ പ്രിറ്റ്സ്കർ, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. പ്രിറ്റ്സ്കർ, പ്രിറ്റ് ഒരു സെഡ് ഉണ്ട്, പിന്നെ കർ ഉണ്ട്. കർ എന്ന് പറഞ്ഞാൽ ഗർ, കേട്ടോ? കർ എന്ന് പറഞ്ഞാൽ ഗർ, വീട് അല്ലെ? വീടൊക്കെ നമ്മളിപ്പോ ഉണ്ടാക്കാൻ ആർക്കിടെക്റ്റിനല്ലേ കൊടുക്കാറ്? വീടുണ്ടാക്കാനുള്ള പ്രൈസ് വലിയ പ്രൈസാണ്. പ്രിറ്റ്സ് പ്രൈസ് വലിയ തുകയാണ്. ആർക്കിടെക്ടറൊക്കെ വലിയ തുക വാങ്ങും, പക്ഷെ വീടുണ്ടാക്കാൻ അയാൾ നന്നായി ചെയ്യും. ഇപ്പൊ ഗർ പ്രൈസ്, നല്ല അടിപൊളി വിലക്കുള്ള വീട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് ഉപയോഗിക്കുക? ആർക്കിടെക്ചർ. അവിടെ നമുക്ക് എന്തായി? പ്രിറ്റ്സ്കർ ആയി. പ്രിറ്റ്സ്കർ. ആ പ്രിറ്റ്സ്കർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? വസിക്കാനുള്ളതാണ്. ഫിലിപ്പ് വാസൽ. ആർക്കൊക്കെ വസിക്കാനുള്ളതാണ്? ആർക്കൊക്കെ വസിക്കാനുള്ളതാണ്? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ജനിതകപരമായ നമ്മുടെ ജീനിലുള്ള ആളുകൾക്ക് വസിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അച്ഛനമ്മ കുട്ടികൾ ഒരേ ജീനിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ അവിടെ വസിപ്പിക്കുക. അവിടെ നമുക്കറിയാം. പിന്നെ നമുക്ക് ലെക്കാറ്റൻ എങ്ങനെ ഉറപ്പിക്കുക? അപ്പൊ ജീൻ വാസൽ ഉറപ്പിച്ചു. നമ്മുടെ ജീനിലുള്ള ആളുകൾ വസിക്കുന്ന സ്ഥലം വീട്. ആൻ ലെക്കാറ്റൻ എങ്ങനെ ഉറപ്പിക്കുക? ലെക്കാറ്റൻ, ആൻ ലെക്കാറ്റൻ. ഈ വീട് വലിയ പ്രൈസ് ഉള്ള വീടാണ്. നമുക്ക് ലക്ക് കൊണ്ട് ലോട്ടറി അടിച്ചുണ്ടാക്കിയ വീടാ. ലക്ക് അടിച്ചുണ്ടാക്കിയ വീടാ ലെക്കാറ്റൻ. അത് ടൺ കണക്കിന് ലോട്ടറിയാണ് അടിച്ചത്. അപ്പൊ ടൺ കണക്കിന് ലോട്ടറി അടിച്ചു, ലക്ക് ഉണ്ടായിട്ട് നമ്മുടെ ആളുകൾക്ക് വസിക്കാൻ വേണ്ടി, എന്നാൽ നമ്മുടെ ജീനിൽപ്പെട്ട ആളുകൾക്ക് വസിക്കാൻ വേണ്ടി നമ്മള് ഒരു ആർക്കിടെക്റ്റിനെ പിടിച്ച് ഒരു ഗർ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല പ്രൈസ് ഉള്ള ഗറാണ്. അപ്പൊ പിറ്റ്സർ ഓർമ്മിച്ചു. ആരാണ്? ആൻ ലെക്കാറ്റൻ, ജീൻ ഫിലിപ്പ് വാസൽ. ആൻ ലെക്കാറ്റനും ജീൻ ഫിലിപ്പ് വാസലുമാണ് എന്തിന്റെ? ആർക്കിടെക്ചറിന്റെ നോബൽ പ്രൈസ് ജേതാവ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2021 മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാരം. എന്താ പേര്? മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാരം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കേട്ടോ. മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാരം ഏതാണ്? കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയാണ്. PSC ബുള്ളറ്റിനുള്ളതാണ് കേട്ടോ. സ്മാരക പുരസ്കാരത്തിന് വാദ്യ കലാകാരൻ കിഴക്കൂട്ട് അനിയന്മാരാർ അർഹനായി. കിഴക്കൂട്ട് അനിയന്മാരാർ. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ എന്താ ഉണ്ടാവുക? ഊട്ടും. അധിക അമ്പലങ്ങളിൽ ചേർന്നാലും നമുക്ക് അവിടെ ഊണുണ്ടാവും. നമ്മളെ ഊട്ടും അല്ലെ? അന്നദാനം ഉണ്ടായിരിക്കും. അപ്പൊ ഊട്ട്. പിന്നെ അവിടെ ആരുണ്ടായിരിക്കും? അമ്പലത്തിൽ എന്തായാലും മാരാരുണ്ടായിരിക്കും, പൂജാരി ഉണ്ടായിരിക്കും, മാരാരുണ്ടായിരിക്കും അധിക അമ്പലങ്ങളിലും. കിഴക്കൂട്ട് അനിയന്മാരാ. അപ്പൊ ഊട്ടുമുണ്ട്, മേളുമുണ്ട്, ഭക്ഷണമുണ്ട്, മേളുമുണ്ട്. വേറെന്താ വേണ്ടത്? തന്നെയല്ലേ സാധാരണയായി നമ്മുടെ ചെറുപ്രായത്തിൽ നമുക്ക് അമ്പലങ്ങളിൽ പോകുമ്പോൾ വേണ്ടത്? തൊടാനൊന്നുമില്ലല്ലോ. കാര്യമായിട്ട് നമുക്ക് പോവാ ഉത്സവത്തിന്. ഊണുണ്ടാവും, ഇല്ല എന്നല്ല പറയേണ്ടത്. അവിടെ എന്തുണ്ട്? ഊണുമുണ്ട്, മേളുമുണ്ട് അല്ലെ? ഉത്സവമുണ്ട്. അപ്പൊ കിഴക്കൂട്ട് അനിയന്മാരാണ്. മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാരം കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. ഓക്കെ, അടുത്ത ചോദ്യം നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായി MM ഗണപതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ പോയിന്റും, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്താണെന്നൊക്കെയുള്ളത്. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ് വരെ വീണ്ടും നമുക്ക് കാണാം. നാളെ വൈകുന്നേരം വീണ്ടും 7 മണിക്ക് കാണാം.